കുട്ടികൾക്ക് ആനുവൽ എക്സാം തുടങ്ങിയതോടുകൂടി ഇപ്പോൾ രാവിലെ വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല. പതിയെ സമാധാനപരമായി ചെയ്താൽ മതി. ലഞ്ചിൻ്റെ കാര്യം നോക്കണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കാര്യം മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കൊടുക്കലും എല്ലാം കഴിഞ്ഞു. നേരെ ലഞ്ചിനുള്ള പരിപാടിയൊക്കെ നോക്കാൻ പോവാണ്. ആദ്യം അരിയെ തന്നെ തുടങ്ങിയേക്കാം. ഈ അരി കഴുകുന്ന ഈ പാത്രം ഉണ്ടല്ലോ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ കുറച്ച് സൈസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി സാധനം, അരിയൊന്നും പോകത്തില്ല. മറ്റേ പാത്രത്തിലൊക്കെ ചെരിച്ച് പിടിച്ചൊക്കെ ഊറ്റിയെടുക്കുമ്പോൾ ചില സമയത്ത് അരിയൊക്കെ പോകുമല്ലോ, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. അത്യാവശ്യം പച്ചക്കറികളും കഴുകാം. ഇവിടെ ആർക്കോ വേണ്ടി വളർന്നു പോകുന്ന ഒരു മുരിങ്ങയുണ്ട്. അതെന്തായാലും വെട്ടാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തേക്കുക. എന്നാൽ വെട്ടുന്നതിന് മുമ്പ് അതിലുള്ള മുരിങ്ങയിലെല്ലാം ഒന്ന് പറിച്ചെടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ചാറും തോരനും എല്ലാം മുരിങ്ങയിലയാണ്. എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ അലച്ചുകെട്ടലൊന്നും ഇല്ലാതെ പിള്ളേരെ സ്കൂളിലേക്ക് വിടാം. ലഞ്ച് വേണ്ട, ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ടാണല്ലോ അവർ ഭക്ഷണം കഴിക്കുക. അപ്പോൾ സമാധാനമായിട്ടൊക്കെ ലഞ്ചൊക്കെ നോക്കിയാൽ മതി. അങ്ങനെ മുരിങ്ങയില പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. പരിപ്പും മുരിങ്ങയിലയും കൂടെ വെക്കണം, പിന്നെ മുരിങ്ങയില തോരനും വെക്കണം. ഇതാണ് ഇന്നത്തെ പരിപാടി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും വയറിൽ നിന്ന് വിശപ്പിൻ്റെ വിളി വരുന്നതുകൊണ്ടും പെട്ടെന്ന് പരിപ്പൊക്കെ ഒന്ന് വേഗം വെച്ചിട്ട് നേരെ കാപ്പി കുടിക്കാനായിട്ട് പോകാം. ആ സമയം കൊണ്ട് പരിപ്പിരുന്ന് റെഡി ആയിക്കോളും. രാവിലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരുന്ന കിളിമീനും പരവയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് വറുക്കാനായിട്ട് വെച്ചു. ലഞ്ചിനുള്ളത് മാത്രമേ ഇപ്പോൾ റെഡിയാക്കുന്നുള്ളൂ. ഡിന്നറിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഉണ്ടാക്കുമ്പോൾ ആ ചൂടോടെ കഴിക്കാമല്ലോ. ഇങ്ങനെ ആടിത്തൂങ്ങി ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഓർത്തത്, എനിക്കൊന്ന് പുറത്ത് പോകണമല്ലോ, കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുക്കാനുണ്ട്. 24th ജർമ്മനിയിലേക്ക് അയക്കാനുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് മെറ്റീരിയൽ എല്ലാം വാങ്ങിച്ച് അത് റെഡിയാക്കണം. ഈ ഗാർഡനിലോട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാലേ സമയം പോകുന്നത് അറിയത്തില്ല. രാവിലെ കുറച്ച് നേരം അതിൻ്റെ പുറകെ പോയതുകൊണ്ട് കുറച്ച് സമയം പോയി കിട്ടി. അങ്ങനെ പാതിയിൽ എൻ്റെ പണിയെല്ലാം ഞാൻ നിർത്തി റെഡിയായത് ഞാൻ സിൽക്ക് ആർട്സിലേക്ക് വന്നതാണ്. ഫംഗ്ഷൻ്റെ ഡ്രസ് കോഡ് വന്നിട്ടൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ അങ്ങനെ പലതും കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് ഞാൻ എടുത്തു. പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ അടച്ച് നേരെ വീട്ടിലേക്ക് പോരുവാണ്. പിള്ളേർ വരുന്നതിന് മുമ്പ് ബാക്കി പണികളെല്ലാം തീർക്കണം. ടൗണിന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് കുറച്ച് മാമ്പഴം കിട്ടിയായിരുന്നു കേട്ടോ, നല്ല നാട്ടുമാങ്ങ. അതിൻ്റെ മണവും അടിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. 2 അപ്പം തന്നെ കഴിച്ചു കേട്ടോ. അതിന് ശേഷം ഒരു എനർജിയൊക്കെ വന്ന് നേരെ ബാക്കി പണികളൊക്കെ ചെയ്യാനായിട്ട് നിന്നു. മീൻ വറുക്കാൻ വെച്ചു, മുരിങ്ങയില തോരൻ വെക്കാൻ വെച്ചു. അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് ഈ മാങ്ങയെല്ലാം കഴുകി പല പല കണ്ടെയ്നറിലാക്കി വെക്കണം. എനിക്ക് കറി വെക്കാനുള്ളത്, ഇടയ്ക്ക് 2-3 കഴിക്കാനുള്ളത് വേറെ. നാളെ എൻ്റെ ചേച്ചിയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കണം. എങ്ങനെ സമയം പോയെന്ന് പോലും അറിയില്ല. രാവിലത്തെ കുറച്ച് കുക്കിംഗ് കഴിഞ്ഞു, ഒന്ന് ടൗണിൽ പോയിട്ട് വന്നു. അടുത്ത കുക്കിങ് എന്തായാലും 1 മണിയായി. പിള്ളേരുടെ സ്കൂൾ ബസ് എത്തിയിട്ടുണ്ട്. സൗണ്ടൊക്കെ കേൾക്കാം. അവർ പതിയെ കയറി വന്നോളും. അപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ബോക്സിലാക്കി വെക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.